സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അത് സ്റ്റണ്ട് അടിപൊളി, സ്റ്റണ്ട് കൊള്ളാം. പക്ഷെ ഇനി 3 ഉണ്ടെന്ന് തോന്നുന്നു ഉറപ്പായിട്ട്. ഫഹദ് അഭിനയം നന്നായിട്ടുണ്ട്. അല്ല, നെഗറ്റീവ് ആയിട്ടില്ല. പക്ഷെ അത്രയ്ക്കും അടിപൊളിയാണ്. പക്ഷെ അതിന്റെ അമ്മൻ വേഷം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട്. സൂപ്പർ എല്ലാം. എന്നാലും കൊള്ളാം, സൂപ്പറാണ്. ഇഷ്ടായി, കൊള്ളാം. അവസാനത്തെ അടിയൊക്കെ നല്ലതായിട്ടുണ്ട്, ഇഷ്ടായി, കൊള്ളാം. വെറൈറ്റി ആണ്. കുഴപ്പമില്ല, നല്ലതാ. അടിപൊളി. സൂപ്പർ പടം. പുഷ്പ കുഴപ്പമില്ല. പുഷ്പ 2 ആണ്. കുഴപ്പമില്ല, അപരാധം. ബെസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടും, ബെസ്റ്റ് വെർട്ടിക്കൽ ഓഫ്. 1 பிடிச்சா 2 பிடிக்கும். அது உங்களுக்கு 1 பார்த்திருப்பீங்கல்ல, 1 உங்களுக்கு அந்த எலிமெண்ட்ஸ்ல பிடிச்சா 2 பிடிக்கும். அதோடவே கொஞ்சம் ஓவரா தான் இருக்கும் கமர்ஷியல் எலிமெண்ட்ஸ்லாம். அது ஒரு படத்துக்கும் நம்ம என்ன மைண்ட் செட்டோட போறோம் அப்படின்றத. புஷ்பானா அதுக்கேற்ற மைண்ட் செட்டோட தான் வரணும். பயங்கர கமர்ஷியலா இருக்கும், லாஜிக் சுத்தமா இருக்காது, அப்படி பறக்கிற சீன் அந்த மாதிரி தான் இருக்கும். ஸோ அது தெரிஞ்சு வந்தீங்கன்னா ஓகே. இல்ல அது ஃபாஸ்டா தான் போச்சு. டியூரேஷன் பொறுத்த வரைக்கும் 3 hours போனதே தெரியல. பட் புஷ்பா 1 பிடிக்கலன்னா புஷ்பா 2 வர வேணாம், பிடிச்சா மட்டும் வாங்க. புஷ்பா 1 இன்னும் கொஞ்சம் ஓவரா தான் இருக்கு எல்லாம் கமர்ஷியல் எலிமெண்ட்ஸ் எல்லாம். ஆக்டிங்லாம் ஓகே, கமர்ஷியல் படம் தான் இப்படிதான் இருக்கும், ஓவர் ஆக்டிங் தான் இருக்கும். പുഷ്പ 2 കുഴപ്പമില്ല, അത്ര തന്നെ. മലയാളികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. പക്ക തെലുങ്ക് എന്റർടൈൻമെന്റ് ഫിലിം അങ്ങനെ വിചാരിച്ച് തന്നെ പോകണം. അല്ലാതെ മലയാളികൾക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത ലോജിക്ക് പറയാൻ കളയണം, ഫിസിക്സ് കളയണം. അതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ പക്ക മാസായിട്ട് ചിരിച്ച് വൈബായിട്ട് എന്റർടൈൻ ചെയ്ത് വരാം, അത്ര തന്നെ. ആവശ്യത്തിനുണ്ട്, അത്രയ്ക്കൊന്നുമില്ല. പോകുമ്പോ അങ്ങനെ പോകും, പക്ഷെ തിരിച്ചു വരുമ്പോ തിരിച്ചു കളയണം, അത്രേ ഉള്ളൂ. ലോജിക്ക് ഒന്ന് ഡൈവ് ചെയ്ത് ആരും അപ്ലൈ ചെയ്യില്ല, അത്രേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ഫസ്റ്റിന്റെ അത്ര വെച്ച് നോക്കുമ്പോ പോരാ, കൊള്ളാം, കണ്ടോണ്ടിരിക്കുക. കൊള്ളാം, തെലുങ്കോടായതുകൊണ്ട് നമ്മൾ ആ രീതി എക്സ്പെക്ട് ചെയ്ത പടം കാണാൻ പോവുള്ളൂ. അപ്പൊ മലയാളികൾക്ക് വേണ്ടി വേറെ പടം അങ്ങനെ ചെയ്ത് അങ്ങനെ കാണാൻ പോലെ തെലുങ്ക് പടത്തിന് വേണ്ടി മാത്രം ചെയ്ത സിനിമ. അവരുടെ മാസം കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത പടം, അത്രേ ഉള്ളൂ. പെർഫോമൻസ് കുഴപ്പമില്ല. പിന്നെ തെലുങ്കോട് അറിയാലോ, ഭയങ്കര ആക്ഷനാണ്, ഭയങ്കര ഇച്ചിരി ഓവറായിട്ട് കത്തി പോലെ തോന്നി, അത്രേ ഉള്ളൂ. നെഗറ്റീവായിട്ട് കഥ കംപ്ലീറ്റ് അല്ല, കാരണം ഇൻകോമിറ്റിയുടെ കുറെ ഭാഗം ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ലോജിക്കില്ലാത്ത പടം അങ്ങനെ പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരിക്കലും ഇല്ല. ഓവർ ലെങ്ത് ആണ്, ഭയങ്കര സ്ക്രീൻ ടൈം കൂടുതലായിട്ട് തോന്നി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഭയങ്കര ഫൈറ്റ് സീനൊക്കെ ഒരുമാതിരി ഓവർ മസാല ആയിട്ട് ഉണ്ടായിരുന്നു. ചില ഫൈറ്റ് സീൻ കാണുമ്പോഴത്തേക്കിന് 2 കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ട് അത് കാണുമ്പോ സ്പൈഡർമാൻ അല്ല സൂപ്പർമാൻ ആയിട്ടൊക്കെയാണ് തോന്നുന്നത്. നെഗറ്റീവ് ലെങ്തും ആ ഫൈറ്റ് സീനും ചില ലോജിക്കൽ മിസ്റ്റേക്ക് ഒക്കെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. പോസിറ്റീവായിട്ട് പറയാൻ പ്രത്യേകിച്ചില്ല, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. സൂപ്പർ നൈസ് ഉണ്ട്. സൂപ്പർ ആക്ഷൻ സീക്വൻസ് സൂപ്പർ. ഐക്കോൺ സ്റ്റാർ എന്ന് പറയാൻ വേണ്ടി ഇനി ഒന്നുമില്ല പടത്തിൽ, ഒരു ബോറും ഇല്ല. ആക്ഷൻ ആയിരുന്നാലും എമോഷണൽ എല്ലാം തകർത്തേട്ടാ. പുഷ്പ 3 അതിന്റെ അപ്പുറമായിരിക്കും സിനിമ, ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്ന് കാണുക. എന്നിട്ട് നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. പിന്നെ നമ്മളെ സൈക്കോ ഒരു ഇതായിട്ടാണ് അങ്ങനെ. ഇനി 3 അതിന്റെ ഗംഭീരമായിരിക്കും പടം. കുഴപ്പമില്ല, നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് നോക്കല്ലോ, നല്ല മൂവിയാണ്. കൊള്ളാണ്, അത് മസാല പടമാണ്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. ആവറേജ് പടം, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സൂപ്പർ, കൊള്ളാം, നല്ല പടമാണ്. എല്ലാം കൊള്ളാം, 3 മണിക്കൂർ എന്റർടൈൻമെന്റ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മൂവി. സെക്കൻഡ് ഹാഫ് വരുമ്പോ ഇത്തിരി പ്രശ്നമുണ്ട് ചെറുതായിട്ട്.
ലാസ്റ്റ് ഒക്കെ എത്തിയപ്പോ അത്രയ്ക്ക് കുഴപ്പമില്ല, അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഓവറോൾ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല പിള്ളേർ എന്തിനാ എല്ലാവരും നെഗറ്റീവ് പറയുന്നതെന്ന്. ബ്യൂട്ടിഫുൾ പിക്ചർ, എൻജോയ് ചെയ്യുക. അടിപൊളി സിനിമ, താഴത്തില്ല, കിടില സിനിമ. സിനിമയിൽ ഇഷ്ടപ്പെടാൻ അങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല. നല്ല സിനിമയാണ്, എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തിട്ടുള്ള സിനിമയാണ്. മോശം കമന്റ്സ് കുറെ ആദ്യത്തെ ഷോയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. വളരെ നന്നായിട്ട് എടുത്തിട്ടുള്ള സിനിമ, വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. കങ്കുവയൊക്കെ കണ്ടിട്ട് ആൾക്കാർ ചിരിച്ച് മണ്ണെത്തി എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതിൽ അതങ്ങനെ നെഗറ്റീവായിട്ട് പറയാനായിട്ട് യാതൊന്നുമില്ല. അല്ല, സൂപ്പർ സിനിമ. ആക്ഷനൊക്കെ കൊള്ളാം, പക്ഷേ ലാസ്റ്റ് കുറച്ച് ഗ്രാവിറ്റിയെ നമ്മൾ മറന്നു കളയുന്ന കുറച്ച് സീൻസ് ഉണ്ട്. അതെ, അങ്ങനെ ഗ്രാവിറ്റിയെ അങ്ങനെ മറന്നിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ സിനിമ സൂപ്പറാണ്. അത് കുറച്ചൊക്കെ ഉള്ളൂ, കുറച്ച് നെഗറ്റീവ് ഇങ്ങനെ സീൻസിൽ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കുറച്ചുണ്ട്, അല്ലാതെ സിനിമ സൂപ്പറാണ്. ഫഹദിന്റെ ക്യാരക്ടറും കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒന്ന് കട്ടാവുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് സസ്പെൻസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ കാണാൻ ഒരു പാർട്ട് 3 കൂടെ ഇതിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും സൂപ്പറാണ്, എല്ലാവർക്കും ഒന്ന് കാണാം. ഇഷ്ടമായെന്ന് പറയുമ്പോൾ പുള്ളി പറയുകയാണെങ്കിൽ അല്ലു അർജുന്റെ മൂവി ആയതുകൊണ്ട് വന്നതാ. മൂവീസ് അത്രയ്ക്കൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട, കൊള്ളത്തില്ലായിരുന്നു. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് കുഴപ്പമില്ല, ആവറേജ്. ഭയങ്കര ക്രിഞ്ചായിരുന്നു. കാരണമൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ പിടിക്കുന്ന ടൈപ്പൊന്നും അല്ല. പ്രതീക്ഷ അത്ര വന്നില്ല. റേറ്റിംഗ് ആണോ? എന്തോ പ്രതീക്ഷ അത്ര വന്നിട്ടില്ല, ഒട്ടും കുഴപ്പമില്ല. സൂപ്പർ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം ബ്രോ, സെക്കൻഡ് ഹാഫ് കഴിച്ച് നോക്കാം. കെട്ടിയിട്ടുള്ള അടിയൊക്കെ പറയാൻ വയ്യ. ശരിക്കും 3.5 മണിക്കൂർ വെറുപ്പിക്കലായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് വെറുപ്പിക്കലായിരുന്നു. എന്നാലും നമ്മുടെ പ്രതീക്ഷ അത്ര ആയിപ്പില്ല. ഏകദേശം അല്ലു അർജുന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. എന്നാലും പാടാ ബ്രോ, ഇരിക്കാൻ പാടാം.